ജനാർദ്ദന കുറിപ്പാണ്. ഇന്ന് വാശി പ്രാണായാമത്തിൻ്റെ പരിശീലനത്തെ പറ്റിയാണ് പറയണത്. 8-16-16 സരസ്വതി നാഡി ധ്യാനത്തോടുകൂടി 1. ശരീരം ശുദ്ധി ചെയ്യാനുള്ള വാശി പ്രാണായാമം 500 തവണ ചെയ്യുക. 2. ഒരു ധ്യാനാസനത്തിലിരുന്ന് വായുന്ന ഉജ്ജായിയിൽ മൂലാധാരം മുതൽ വിശുദ്ധി വരെ 5 ചക്രങ്ങളിലും ബിന്ദുവിലും ആജ്ഞയിലും സഹസ്രാരത്തിലും ശ്രദ്ധിച്ച് 8 സെക്കൻഡ് കൊണ്ട് സഹസ്രാരത്തിലെത്തണം. 3. കുംഭകം ചെയ്ത് അവിടുത്തെ 1008 ദളങ്ങളിലെ മധ്യഭാഗത്തുള്ള 16 ദളങ്ങളെ ശ്രദ്ധിച്ച് കിഴക്കുന്ന് വലത്തോട്ട് ഓരോ ദളങ്ങളും ക്രമമായി ചിന്തിച്ച് താഴെ കാണുന്ന വാക്കുകൾ ആ ദളങ്ങളിൽ എഴുതണം. ഐം ഹ്രീം ശ്രീം ഗും ഗം വച ഭുർ ഭുവ സ്വ ബുദ്ധി ബോധം പ്രജ്ഞ പ്രതിഭ മേധ ജ്ഞാനം ദർശനം. 4. കുംഭകം വിട്ട് ശ്രീ ഷീ എന്ന് 16 സെക്കൻഡ് കൊണ്ട് ശ്വാസം വിടണം. അപ്പോൾ ആജ്ഞ ബിന്ദു എന്നിവയ്ക്ക് ശേഷം 14 സരസ്വതി നാഡി സ്ഥാനങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ വിധം തുടർച്ചയായി പരിശീലിക്കണം. തുടർച്ചയായി ഇടതടവില്ലാതെ ഈ പ്രാണായാമവും ധ്യാനവും ചെയ്യാൻ പരിശീലിക്കണം. 6. ഈ വിധം 64 തവണ തുടർച്ചയായി ചെയ്ത് നെറുകയിൽ കൈലാസത്തിൽ ശ്രദ്ധിച്ച് ശിവ ശിവ എന്ന് ധ്യാനിച്ചിരിക്കുക. 7. ഈ ധ്യാനം ഇവിടെ നിന്ന് കുണ്ടലിനി ദീക്ഷ കിട്ടിയവരെല്ലാം പരിശീലിക്കണം. ദിവസം 15 മുതൽ 10 ദിവസം തീവ്രമായി പരിശീലിക്കണം. ഹേമന്ത നവരാത്രികൾ. വാശി പ്രാണായാമത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ കുണ്ടലിനി തന്ത്രത്തിലും വാശി യോഗം എന്നുള്ള പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും വാശി പ്രാണായാമത്തിൻ്റെ വിവിധ കാര്യങ്ങളെ പറ്റിയാണ്. സരസ്വതി നാഡി ധ്യാനം എന്നുള്ള 14 പോയിൻ്റാണ്. കഴുത്തിന് പിന്നിൽ നട്ടലിലൊരു പോയിൻ്റ്, പിന്നെ നെഞ്ചാങ്കുഴിക്ക് താഴെ പൊക്കിളിനിടയിൽ 3 പോയിൻ്റുകൾ, അത് കഴിഞ്ഞിട്ട് പൊക്കിളിൻ്റെ മുകളിലേക്ക് ഒരു പോയിൻ്റ്, ഇടത്ത് വശത്ത് ഒരു പോയിൻ്റ്, വലത്ത് വശത്ത് ഒരു പോയിൻ്റ്, പൊക്കിളിൻ്റെ താഴോട്ടൊരു പോയിൻ്റ്, ഇടത്തോട്ടൊരു പോയിൻ്റ് താഴോട്ട്, പിന്നെ വലത്തോട്ടൊരു പോയിൻ്റ് താഴോട്ട്, പിന്നെ ഇടത്തെ വശത്ത് വാരിയലിൻ്റെ താഴെ ഒരു പോയിൻ്റ്, വലത്ത് വശത്ത് വാരിയലിൻ്റെ താഴെ ഒരു പോയിൻ്റ്, പിന്നെ അവിടുന്ന് ഒരു 4 ഇഞ്ച് താഴെ മറ്റൊരു പോയിൻ്റ്. അത് കഴിഞ്ഞ് പൊക്കിളിന് ഏറ്റവും താഴെ അരക്കെട്ടിലായിട്ട് മറ്റൊരു പോയിൻ്റ്. അങ്ങനെ 14 പോയിൻ്റാണ് സരസ്വതി നാഡിയിലുള്ളത്. ഈ നാഡികളുടെ സ്ഥാനം ആദ്യം പരിശീലിക്കണം. ഇടത്തെ കൈയുടെ നടുവിരൽ കൊണ്ട് കഴുത്തിൻ്റെ പിന്നിലുള്ള ആ നട്ടിലിൻ്റെ പോയിൻ്റിൽ സ്പർശിക്കുകയും വലത്ത് കൈ കൊണ്ട് ഈ പോയിൻ്റുകളെയൊക്കെ ഒരു 5 സെക്കൻഡ് വീതം ശ്രദ്ധിച്ച് തൊട്ടിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ആ നാഡികൾ സരസ്വതി നാഡികൾ ആക്റ്റീവാകും. അതുകൊണ്ട് വാക്ക് ഗുണം, ബുദ്ധി, പ്രതിഭ, കഴിവുകളൊക്കെ ഉണ്ടായി വരും. ആ കഴിവുകൾ കൂടുതൽ തീവ്രമായിട്ട് കിട്ടാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ വാശി പ്രാണായാമത്തിൽ പറഞ്ഞത്. അതിൽ നമ്മൾ നെറുകയിൽ ഐം ഹ്രീം ശ്രീം എന്നുള്ളത് സരസ്വതി, കാളി, പിന്നെ മഹാലക്ഷ്മി, ഗും എന്നുള്ളത് ഗുരു, ഗം എന്നുള്ള ഗണപതി, വച എന്നുള്ള സുബ്രഹ്മണ്യ സ്വാമി, ഭൂർഭുവ സ്വ ബുദ്ധി ബോധം പ്രജ്ഞ പ്രതിഭ മേധ ജ്ഞാനം ദർശനം. ഇങ്ങനെ അതിൽ കുംഭകം ചെയ്തിട്ടാണ് ഈ 16 പോയിൻ്റുകൾ ശ്രദ്ധിക്കുന്നത്. 16 സെക്കൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 16 സെക്കൻഡ് കൊണ്ട് ശ്വാസം വിടുമ്പോഴാണ് നമ്മൾ പിന്നെ ബിന്ദുവിലും ആജ്ഞയിലും കൂടാതെ 14 സരസ്വതി ബിന്ദുക്കളിൽ സരസ്വതി ധ്യാനത്തിൻ്റെ പോയിൻ്റുകളിൽ നോക്കി ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് അങ്ങനെ 64 തവണ ചെയ്യുമ്പോൾ തന്നെ ഈ നാഡികൾ ആക്റ്റീവ് ആവും. അതുകൂടാണ്ട് സഹസ്രാരത്തിലുള്ള 16 ദളങ്ങൾ ആക്റ്റീവ് ആവും. എനർജി ഉണർന്നു വരാൻ അത് കാരണമാവും. അതാണ് നമ്മൾ ഇന്നത്തെ വാശി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വാശി പ്രാണായാമ പരിശീലനം 8-16-16 സരസ്വതി നാഡി ധ്യാനത്തോടുകൂടി ഇത് പരിശീലിക്കുക. വളരെ കാര്യമായ മാറ്റം വളരെ ചുരുങ്ങിയ കാലത്തിനകം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് കഴിയും. നമഃ ശിവായ.